അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ പറഞ്ഞു വന്നത് നിസ്കാരത്തെ പറ്റിയിട്ട്, നിസ്കാരത്തിൻ്റെ അബ്ആദ് സുന്നത്തുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് നിസ്കാരം ബാത്തിലാവുന്ന ചില വിഷയങ്ങളെ പറ്റിയാണ്. ഫസുലുൻ ഫി മുബ്തിലാത്തി സ്വലാത്തി, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന ചില വിഷയങ്ങളെ പറ്റിയിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലാണ് നിസ്കാരം ബാത്തിലാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, തബ്തുലു സ്വലാത്തു, നിസ്കാരം ബാത്തിലാവും ബി അർബഅ അശറത ഖസ്ലതൻ, 14 കാര്യങ്ങൾ ഉണ്ടായാൽ. 14 കാര്യങ്ങൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തത് ബിൽ ഹദസി, ഹദസ് ഉണ്ടായാൽ, അശുദ്ധി ഉണ്ടായാൽ, അഥവാ ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജനാബത്ത് ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ മൂത്രയിക്കുക, അതുപോലെ വിസർജിക്കുക തുടങ്ങിയിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ടായാൽ, ഓക്കെ, അതൊക്കെയാണ് അശുദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവകളൊക്കെ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവും. ഓക്കെ, അപ്പോൾ ഈ വുഖൂഇൻ നജാസത്തി, നജസ് നമ്മളുടെ ശരീരത്തിലേക്ക് സംഭവിക്കുക. ഇല്ലം തുൽക ഹാലൻ, അതിനെ ആ സമയത്ത് തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളെ മേത്ത് നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷി വന്നിട്ട് നമ്മുടെ മേത്ത് കാഷ്ടിക്കുക, അപ്പോൾ നജസ്സാണല്ലോ. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വസ്ത്രം നജസിൽ തട്ടുക, അങ്ങനെ സംഭവിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവും. ഇല്ലം തുൽക ഹാലൻ, അത് ആ സമയത്ത് തന്നെ നമ്മൾ എന്താക്കിയിട്ടില്ലെങ്കിൽ, ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മേത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഉണങ്ങിയ കാഷ്ടം ചാടി, അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളതിനെ ഒഴിവാക്കി, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു അസറും ഇല്ല എങ്കിൽ നമ്മുടെ നിസ്കാരം പ്രശ്നമില്ല. എന്നാൽ അത് അവിടെ ഇങ്ങനെ അവശേഷിക്കുക, നമ്മുടെ വസ്ത്രത്തിൽ അതുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് പ്രശ്നമാണ്. ഓക്കെ, നിസ്കാരം ബാത്തിലാവും. മിനു ഗൈരി ഹംലിൻ, ഒരു ഹംലും ഇല്ലാതെ. അങ്ങനെ പറയുമ്പോൾ ഹംലില്ലാതെ എന്ന് പറയുമ്പോൾ എന്താ? ഉദാഹരണമായിട്ട് നമ്മൾ നിസ്കരിക്കാൻ ചെരുപ്പിൻ്റെ മേലെ നിന്നിട്ട് നിസ്കരിക്കാൻ, ചെരുപ്പിൻ്റെ താഴെ എന്തുണ്ട്? കുറച്ച് നജസ്സുണ്ട്. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ നജസ്സിനെ ചുമന്നിട്ട് നിസ്കരിക്കുക എന്ന് പറയൂല. നേരെ മറിച്ച് നമ്മൾ പിന്നെ ചെരുപ്പിട്ട് നിസ്കരിക്കുമ്പോൾ ആ നജസ്സിനെ ചുമക്കുന്ന രൂപം വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇല്ലം തുൽക ഹാലൻ, ആ സമയത്ത് തന്നെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നിസ്കരിച്ച ഉടനെ, നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു, അപ്പോൾ തന്നെ നമ്മളതിനെ ഒഴിവാക്കി, അസറുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതുപോലെ മിനു ഗൈരി ഹായിലിൻ, ഒരു ഹായിലില്ലാതെ, മിനോയിരി ഹംലിൻ, ഹംലില്ലാതെ നമ്മൾ അതിനെ നിസ്കരിച്ചാൽ, നമ്മളിപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നിൽക്കുകയാണ്, അപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലൊരു കല്ലുണ്ട്, ആ കല്ലിൻ്റെ അടിയിൽ കുറച്ച് കാഷ്ടമുണ്ട്. എന്നാൽ ആ കല്ല് നമ്മളിങ്ങനെ പിടിച്ചിട്ടില്ല, ആ സമയത്ത് അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അതാണ് ഞാൻ ആ ചെരുപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് വ്യക്തമാക്കിയത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ശരീരത്തിലോ കുപ്പായത്തിലോ നജസ് ഉണ്ടായാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും. അതുപോലെ ഇൻകിശാഫുൽ ഔറത്തി, ഔറത്ത് വെളിവാവുക. ഔറത്ത് വെളിവായ, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ ഔറത്ത് വെളിവാവും. അതിങ്ങനെ അതേ രൂപത്തിൽ നിന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും.
ഇല്ലം തുസ്തർ ഹാലൻ, അത് നമ്മൾ വെളിവായ ഉടനെ തന്നെ നമ്മൾ എന്തായി മറച്ചു. അഥവാ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അതിനെ മറച്ചാലൊഴികെ അങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല, അത് നിസ്കാരത്തെ ബാത്തിലാക്കൂല. നേരെ മറിച്ച് നമ്മൾ നിസ്കാരത്തിൽ നമ്മുടെ ഔറത്ത് വെളിവായി നമ്മളത് മെയിൻറ്റ് ചെയ്യാതെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം സ്വഹീഹായിട്ടില്ല. ഓക്കെ. വൻ നുത്തുക്കി ബി ഹർഫൈനിൻ, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുക. എന്ത് രണ്ടക്ഷരങ്ങൾ? നമ്മൾ നിസ്കാരത്തിൽ പെടാത്ത ദിക്ർ, അതുപോലെ സൂറത്ത്, പിന്നെ അന്യമായിട്ടുള്ള സംസാരങ്ങൾ ഉച്ചരിക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക? ഫോൺ എടുത്തിട്ട് ഫിസ്വല എന്ന് പറയാം. അതല്ലെങ്കിൽ അൽ ആൻ ഉസല്ലി എന്ന് പറയാം നിസ്കാരത്തിൽ. അതല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുകയാണെന്ന് മലയാളത്തിൽ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും. ഓക്കെ. പിന്നെ ഔ ഹർഫിൻ മുഫ്ഹിമിൻ അംദൻ, ഔ ഹർഫിൻ മുഫ്ഹിമിൻ, ഒരു മുഫ്ഹിമായിട്ടുള്ള ഒറ്റ ഹർഫ്. മുഫ്ഹിമായ എന്ന് പറയുമ്പോൾ അർത്ഥം തരുന്ന, അറബിയിലൊക്കെ ഉണ്ട്. നിങ്ങളെ കിതാബിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഖൈ എന്ന് പറയാം. വെറും ഖാഫ് മാത്രം ഉച്ചരിക്കുക. ഖൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അറബിയിൽ. അതുപോലെ ഒരുപാട് ഹർഫുകളുണ്ട് അങ്ങനത്തെ. വഖ, യഖി എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ് ഖൈ. വഖ എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. യഖി സംരക്ഷിക്കുന്നു. അതുപോലെ അതിൻ്റെ അമ്ര ഫിഅലാണ് ഖൈ എന്നുള്ളത്, വെറും ഖാഫ്. അപ്പോൾ നമ്മൾ അത് ഉച്ചരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിലുമാണ്, അപ്പോൾ നമ്മൾ ഖൈ എന്ന് പറഞ്ഞാൽ അയാളോട് അവിടെ നിൽക്കാനോ സംരക്ഷിക്കാനോ അയാളവിടെ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് അംദൻ നിലക്ക് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്താണെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി എന്ന് പറയും. അതുപോലെ ഫോൺ എടുത്തിട്ട് ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ നിസ്കാരം ബാത്തിലാവും. അതൊക്കെയാണ് ഇവിടെ ഹർഫൈനി ഉച്ചരിക്കുക, അതുപോലെ ഹർഫുൻ വാഹിദ് ഉച്ചരിക്കുക എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വബിൽ മുഫത്തിരി അംദൻ, അംദൻ നിലക്ക് നമ്മൾ പിന്നെ നിസ്കാര സമയത്ത് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ബന്ധപ്പെട്ടാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിന്നുക, കുടിക്കുക, അതല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ജിമാ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, നിസ്കാരത്തിൽ അതൊക്കെ ഉണ്ടാക്കിയാൽ, അങ്ങനെയൊക്കെ ചെയ്താൽ എന്താവും? നിസ്കാരം ബാത്തിലാണ്. അംദൻ നിലക്ക് ചെയ്യണം. ഓക്കെ. നമ്മൾ മനഃപൂർവ്വം ചെയ്യുക, നിസ്കാരത്തിലാണ് എന്ന ബോധം ഉണ്ടായിരിക്കെ ചെയ്താൽ അതൊക്കെ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. അങ്ങനെ ബോധം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കറിയില്ല, അങ്ങനെയെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല. മനഃപൂർവ്വം ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാവും. വൽ അഖിലിൽ കസീരി, നമ്മൾ കൂടുതലായിട്ട് തിന്നുക, നാസിയൻ മറന്നിട്ടാണെങ്കിലും. നമ്മൾ നിസ്കാരത്തിലാണെന്നുള്ള ബോധമല്ല, നേരെ മറിച്ച് നമ്മളൊരു പ്ലേറ്റ് ബിരിയാണി തിന്നിട്ടുണ്ട് നിസ്കാരത്തിൽ, അങ്ങനെയെങ്കിലും നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ സലാസി ഹറക്കാത്തിൻ മുത്തവാലിയാത്തിൻ, തുടരെയായിട്ട് 3 പ്രാവശ്യം അനങ്ങുക. അതൊക്കെ ചെയ്താൽ 3 പ്രാവശ്യം അനങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാല്, കൈ ഒക്കെ പെടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. വലവ് സഹുവൻ, മറന്നിട്ടാണെങ്കിലും നമ്മളിങ്ങനെ മറന്ന് ഇങ്ങനെ ഒരുപാട് അളകുന്നുണ്ടെങ്കിൽ അത് നിസ്കാരം ബാത്തിലാകാനുള്ള കാരണമാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. വൽ ബസ്ബത്തുൽ ഫാഹിഷ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചാടുക, നിസ്കാരത്തിൽ ഇങ്ങനെ ചാടി കളിക്കുക, അതും പറ്റൂല. ചില ആളുകളൊക്കെ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് സുജൂദ്, അതുപോലെ സുജൂദിൽ നിന്നിട്ട് എണീക്കുമ്പോൾ ഒരു ചാട്ടം രൂപത്തിൽ ചാടുക, അതൊന്നും പറ്റില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ കൃത്യമായി ലഘുവായ രൂപത്തിൽ ചെയ്ത് നോക്കണം. വല്ലറബത്തുൽ മുഫ്രിത, അതുപോലെ അടിക്കുക. നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തുടമ്പ് നല്ല അടി, അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരാളെ
അടിക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ ചെയ്താൽ മുഫ്രിത്ത് എന്ന് പറയുമ്പോൾ ഈ 3 ഹർക്കത്തിലേക്കാൾ കൂടുന്ന രൂപത്തിൽ നല്ല അടി അടിക്കുക, അതൊന്നും പറ്റില്ല. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. വസിയാദത്തു റുക്നിൻ ഫിഅലിയിൻ അംദൻ, വസിയാദത്തു റുക്നിൻ ഫിഅലിയിൻ, ഫിഅലിയായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുക, അംദൻ നിലക്ക് മനഃപൂർവ്വം ചെയ്യുക. അഥവാ നമ്മൾ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 4 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും ഖിയാമിലേക്ക് തന്നെ എണീക്കുക. അങ്ങനെയെങ്കിൽ അത് നിസ്കാരം ബാത്തിലാക്കും. അതുപോലെ 2 സുജൂദ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സുജൂദ് നമുക്ക് മനഃപൂർവ്വം ചെയ്യുക, അതും ബാത്തിലാവും. വത്തഖദ്ദുമി അല ഇമാമിഹി ബി റുക്നൈനി ഫിഅലിയൈനി, ഫിഅലിയായ 2 റുക്കിനെ കൊണ്ട് ഇമാമിനേക്കാൾ മുൻകടക്കുക. വത്തഖദ്ദുമി അല ഇമാമി, ഇമാമിനേക്കാൾ മുൻകടക്കുക. ബി റുക്നൈനി ബി റുക്നൈനി ഫിഅലിയൈനി, ഫിഅലിയായ 2 റുക്കിന്. അങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങനെ നിസ്കരിക്കുകയാണ് ഇമാമിനോടൊപ്പം. ഇമാം ഖിയാമിലാണ്, നമ്മളാണെങ്കിലോ സുജൂദിൽ. റുക്കുവും കഴിഞ്ഞ് എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലെത്തിക്കണം നമ്മൾ. അപ്പോൾ 2ലേറെ റുക്കിന്, ഫെയിലിയായ റുക്കിന് കഴിഞ്ഞിട്ട് നമ്മൾ ഇമാമിനേക്കാൾ മുൻകടന്നാൽ അത് നിസ്കാരം ബാത്തിലാക്കും. വത്തഖല്ലുഫു ബിഹിമ, 2 റുക്കിനേക്കാൾ പിന്തിയാലും നിസ്കാരം ബാത്തിലാവും. ബിഗൈരി ഉദ്രിൻ, കാരണമല്ലാതെ. അപ്പോൾ നമ്മൾ സാധാ മാതിരി നോർമലായിട്ട് സിമ്പിളായി എല്ലാം നിസ്കരിക്കുന്ന ഒരു ഇമാമുണ്ട്. അതുപോലെ നമ്മൾ ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ട്. നമ്മളെന്തൊക്കെയാണ് ആലോചിച്ചിട്ട് നമ്മുടെ ഖിയാമിൻ്റെ സമയത്ത് ഇമാമ് നമ്മളിങ്ങനെ ഫാത്തിഹ ഓതി എന്നിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് ഇമാമ് റുക്കുവും കഴിഞ്ഞ് സുജൂദ് ചെയ്തിട്ട് അതിൽ നിന്ന് സുജൂദിൽ നിന്ന് ജുലൂസിലേക്ക് വരാൻ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ നിസ്കാരം ബാത്തിലാവും. ഒയിരി ഉതിരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു കാരണമില്ല. ഒരു കാരണമായിട്ട് പറയുന്നത് എന്താ, ഇമാമ് ഭയങ്കര ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡ് ഓതിയിട്ടിട്ട് പോവുകയാണെങ്കിൽ അതൊരു ഉദറായിട്ട് പരിഗണിക്കും. അതല്ല, ഒന്നും കാരണമില്ലാതെ നമ്മൾ വെറുതെ പിന്തിയാൽ, 2 റുക്കിനിലേറെ പിന്തിയാൽ അത് നമ്മുടെ നിസ്കാരം ബാത്തിലാവും. ഓക്കെ. നീയത്തി ഖത്ഇ സ്വലാത്തി, നിസ്കാരം നമ്മൾ മുറിക്കുകയാണ്, മുഫാറക്കത്ത് ചെയ്യാണ്, ഇമാമിനോട് വിട്ടുപിരിയാണ് എന്ന് പറഞ്ഞിട്ട് നീയത്ത് മനസ്സിൽ വിചാരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. തഅലീഖി ഖത്ഇഹ, നമ്മളിപ്പോൾ ബസ് വന്നാൽ നമ്മുടെ നിസ്കാരം ഖത്ഇ ചെയ്യും, നിസ്കാരം മുറിക്കും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നിസ്കാരം, അങ്ങനെ ബസ് വന്നാൽ നിസ്കാരം എന്താവും, ബാത്തിലാവും. ഇനി ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട്, അതല്ലെങ്കിൽ ഒരാൾ എന്നെ വിളിച്ചാൽ, എൻ്റെ ഫോൺ ബെല്ലടിച്ചാൽ നിസ്കാരം പിന്നെ ഞാൻ മുറിക്കും എന്നുള്ള രൂപത്തിലാണെങ്കിൽ അവൻ്റെ നിസ്കാരം അതുപോലെ മുറിഞ്ഞു പോവും. ഓക്കെ, തഅലീഖ് ചെയ്യൽ കൊണ്ട് മുറിഞ്ഞു പോവും, അങ്ങനെ വിചാരിച്ചാൽ തന്നെ. വത്തറദ്ദുദ് ഫീ ഖത്ഇഹ, നിസ്കാരത്തെ മുറിക്കണോ മുറിക്കണ്ടേ, ബസ് വന്നപ്പോൾ നിസ്കാരം പൂർത്തിയാക്കണോ, പിന്നെ നിസ്കരിച്ചാൽ മതി, അങ്ങനെ തറദ്ദുദുണ്ടായ സംശയിച്ചാൽ തന്നെ നിസ്കാരം എന്താവും, ബാത്തിലാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിസ്കരിക്കുന്ന സമയത്ത്. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്ലുൻ ഫീമാ തൽസമു ബി ഫീഹി നിയത്തുൽ ഇമാമത്തി, ഇമാമത്തിൻ്റെ നിയത്ത് നിർബന്ധമായി വെക്കേണ്ട ചില നിസ്കാരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? നമ്മൾ ഫർളായ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ, ഇമാമോട് കൂടി നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമിൻ്റെ നിയത്ത് കരുതിയിട്ടില്ലെങ്കിൽ, ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന നിയത്ത് കരുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവും, നമുക്കതിനുള്ള കൂലി കിട്ടൂല എന്നുള്ളതുള്ളൂ. ഓക്കെ. എന്നാൽ നമ്മൾ ചില നിസ്കാരങ്ങളിൽ ഇമാമോട് കൂടെ എന്ന് കരുതണം, അത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്താൽ ആ നിസ്കാരം ശരിയാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഫീമ ഒന്നിൽ പറയുന്ന വിഷയം, തെൽസമു നിർബന്ധമാണ്, ഫീഹി അതിൽ, നിയത്തു അൽ ഇമാമത്തി, ഇമാമത്തിനോടൊപ്പം ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്നുള്ള നിയത്ത് നിർബന്ധമാണ്. അങ്ങനെ പറയേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അല്ലദി യൽസമു ഫീഹി നിയത്തുൽ ഇമാമത്തി, ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമായ
സ്ഥലങ്ങൾ അർബഉൻ, അത് 4 4 നിസ്കാരങ്ങളിൽ നമ്മൾ നിയ്യത്ത് ഇമാമോട് കൂടെ നിർവഹിക്കുന്നു എന്ന് നിർബന്ധമായിട്ട് നിയ്യത്ത് കരുതണം. അതല്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവില്ല, നിസ്കാരം തന്നെ സ്വീകരിക്കൂല. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് അൽ ജുമുഅ നിസ്കാരം. ജുമുഅ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമോട് കൂടെ നിർവഹിക്കുന്നു എന്നുള്ളത് നിർബന്ധമായി കരുതണം. കാരണം ജുമുഅ ശരിയാവണമെങ്കിൽ ഇമാമോട് കൂടെ നിർവഹിച്ചാലേ ശരിയാവുള്ളൂ. അതുപോലെ വൽ മുആദത്ത് എന്ന് പറയുമ്പോൾ മടക്കി നിസ്കരിക്കുന്ന നിസ്കാരം. അങ്ങനെ പറയുമ്പോൾ ഖളാ ആയിട്ടില്ല. നമ്മൾ ളുഹ്ർ നിസ്കരിച്ചു, ഒറ്റയ്ക്ക് ളുഹ്ർ നിസ്കരിച്ചു, പിന്നെ വലിയൊരു ജമാഅത്ത് കാണുമ്പോൾ നമ്മൾ ആ ജമാഅത്തിനോടൊപ്പം ളുഹ്ർ നിസ്കാരത്തിന് തന്നെ മടക്കി നിസ്കരിക്കുക. അങ്ങനെ പറ്റും, സുന്നത്താണ്. നമുക്ക് കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിസ്കരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഇമാമോടൊപ്പം നിസ്കരിക്കുന്നു എന്നുള്ളത് കരുതണം. അതല്ലെങ്കിൽ നമുക്ക് ആ നിസ്കാരം നിസ്കരിച്ച രൂപമായി പരിഗണിക്കൂല. ഓക്കെ. കാരണം നമ്മളത് നിസ്കരിച്ചിട്ടുണ്ട് ആദ്യം, പിന്നെ ആ സമയത്ത് തന്നെ ആ വക്തിൽ തന്നെ വലിയ ജമാഅത്ത് കണ്ടപ്പോൾ ആ ജമാഅത്തിനോടൊപ്പം നിസ്കരിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതണം. അത് നിർബന്ധമാണ്. പിന്നെ വൽ മൻദൂറത്തു, നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ജമാഅത്തായിട്ട് നേർച്ചയാക്കി. നമ്മളിപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന് നേർച്ച ചെയ്യുന്ന നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് തന്നെ എന്താക്കണം? നിസ്കരിക്കണം. നിർബന്ധമായി നമ്മൾ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് തന്നെ നിർവഹിക്കണം. തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ 20 റക്അത്ത് ഇമാമോടൊപ്പം നിർവഹിക്കാൻ നേർച്ച ചെയ്തു, നെദറാക്കി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതുപോലെ തന്നെ ഇമാമോട് കൂടെ നിർവഹിക്കുന്നു എന്ന ഉദ്ദേശത്തിൽ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അതുപോലെ വൽ മുത്തഖദ്ദിമത്തു ഫിൽ മത്വരി എന്ന് പറയുമ്പോൾ മഴ ഉണ്ടായ സമയത്ത്, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ജംഅ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. ജംഅ് നിസ്കാരത്തെ ജമ്മും ഗസ്റാക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ളുഹൂറും അസ്റും ഒരു സമയത്ത് നിസ്കരിക്കുക, അതാണ് ജംഅ്. അങ്ങനെ ജംഅക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ യാത്ര പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില ബുദ്ധിമുട്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നല്ല മഴയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയൂല, നിസ്കരിക്കാനും കഴിയൂല. അപ്പോൾ ജമാഅത്തായിട്ട് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ജംഅ് ചെയ്തിട്ട് നിർവഹിക്കണം. അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് മഴ പെയ്താൽ അസർ സമയം വരെ മഴ പെയ്യാൻ, അങ്ങനെയെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ആ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ചിട്ട് ജംആക്കി നിർവഹിക്കാം. അങ്ങനെ ഒരു മസ്അല ഉണ്ട്. ആ സമയത്തും ഇമാമോട് കൂടെ നിർവഹിക്കുന്നു എന്ന് നിർബന്ധമായിട്ട് നമ്മൾ നിയ്യത്ത് വെക്കണം. എന്നാലേ ആ നിയ്യത്ത്, ആ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പോൾ നല്ല രൂപത്തിൽ മഴ പെയ്യുന്നുണ്ട്, കൂടുതലായി മഴ പെയ്യുന്നുണ്ട്, നമ്മളാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകണം എന്നുദ്ദേശിക്കുന്നവരുമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ളുഹറും അതുപോലെ അസറും കൂടെ മുന്തിച്ച് ജംആക്കാം. രണ്ടും ഒരു സമയത്ത് നിർവഹിക്കാം. നമുക്ക് ഉറപ്പാണ് അസറിൻ്റെ സമയത്ത് നമുക്ക് പള്ളിയിൽ പോകാൻ കഴിയൂല. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണത്താൽ നമ്മൾ ളുഹറിൻ്റെ സമയത്ത് തന്നെ അസറിനെയും നിർവഹിക്കുക, മുന്തിച്ച് ജമ്മാക്കിയിട്ട് നിർവഹിക്കുക. ആ സമയത്തും നമ്മൾ ഇമാമോട് കൂടെ നിർവഹിക്കുന്നു, നിർബന്ധമായി നിയ്യത്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ അത് ശരിയാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് വൽ മുത്തഖദ്ദിമത്തു ഫിൽ മത്വരി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. വൽ മുത്തഖദ്ദിമായി നിസ്കരിക്കുന്ന നിസ്കാരം, അഥവാ മുന്നക്ക് ജമ്മാക്കി നിസ്കരിക്കുന്ന നിസ്കാരം. അസറും ളുഹറും പറഞ്ഞല്ലോ,
അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുക. ഫിൽ മത്തരി, നല്ല മഴയുള്ള സമയത്ത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനുള്ള ഉദാഹരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.